പ്രഷർ ഡൗൺ ആയി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. തിരക്കുണ്ടാകാം. ഇത് വേണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, അതല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തിട്ടില്ല. അല്ല, ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യം. കുന്തിദേവിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല ആളാണോ ചീത്ത ആളാണോ? അത് പറ. അത് സ്ത്രീയാണല്ലോ. കുന്തിദേവിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, കുന്തിദേവി, അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം, കുന്തിദേവി എന്ന് പറഞ്ഞാൽ ആരാണ്? നല്ല ആളാണോ ചീത്ത ആളാണോ? നല്ല ആളാണോ? അതേപോലത്തെ നല്ലൊരാളാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അവരത് നെഗറ്റീവായിട്ടാണ് കണ്ടേ. അങ്ങനെയാണെങ്കിലോ, കുന്തിദേവി എന്ന് പറഞ്ഞാൽ നല്ല ആളല്ലേ? നിങ്ങൾ പറഞ്ഞത് നല്ല ആളെന്നാണ് അല്ലേ? അപ്പം നല്ലൊരു വ്യക്തി എന്നല്ലേ പറഞ്ഞത്, അല്ല ചീത്ത എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പം അതിന് ആർത്തിയതല്ലേ വേണം. അത് ഏത് സമയത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ ബിസിനസ്സുകാരുണ്ടോ ലോകത്ത്? ഈ കേരളത്തിലുണ്ടോ? ഇതെന്തിനാ പോലീസ് ഇങ്ങനെ കുറക്കി കൊണ്ടുപോകണം? ഇയാൾ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ? സാധാരണക്കാരനാണ് അയാളൊരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ്, സാധാരണക്കാരനല്ല ആള്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാർ ചേർത്ത് വിളിക്കുന്ന ഒരു ദിവസം കൈകൂമ്പി കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് ബുദ്ധിമുട്ടൊന്നാലും നോക്കാൻ നിൽക്കണ്ടേ? ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ. ഇന്നലെ 3 ദിവസമായില്ല നിങ്ങളെല്ലാവരും പാടെ ഇങ്ങനെ പൊതിയുന്നത്. അനങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? കടന്നുറങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? ആലോചിക്കണ്ട നിങ്ങളൊക്കെ. കോടതിയിൽ അറിയിക്കേണ്ട സിറ്റുവേഷൻ അറിയിക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഇതിനെ കോടതി നാട്ടിലൊരു പ്രസ്ഥാനമല്ലേ, ഒരു പ്രയാസത്തില്ലേ, പ്രസ്ഥാനങ്ങൾ ഒരു ഭരണകൂടല്ലേ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ എന്തൊരു പ്രത്യേകത ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടും. അങ്ങനത്തെ ആളാണോ ബോച്ചെ? നിങ്ങൾ പറയും. ഇത്രയും മീഡിയക്കാരില്ലേ? ഒരു നോട്ടീസ് 7 കൊല്ലത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു സാധനം, അതിന്റെ താഴേക്ക് പിന്നെ ശിക്ഷ കിട്ടുന്ന ഒരു സാധനം നോട്ടീസ് കൊടുത്താൽ 35 നോട്ടീസ് കൊടുത്താൽ ഹാജരാവേണ്ട ഒരു മനുഷ്യൻ ഇയാളെന്താ പൊക്കിക്കൊണ്ടിരുന്നത്? ബോച്ചെ ചെയ്ത പ്രധാന തെറ്റ് ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിശേഷിപ്പിച്ചതാണ്. പക്ഷേ ബോച്ചയുടെ അപരൻ പറയുന്നത് കേട്ടില്ലേ? കുന്തി ദേവി എന്ന് പറയുന്നത് ഒരു മോശം സ്ത്രീയാണ്. അതിന് അല്ല എന്നാണ് മറുപടി കിട്ടിയതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബോച്ചെ കുറ്റക്കാരനാകുന്നത് എന്നാണ് അവരുടെ ചോദ്യം. കൂടാതെ ബോച്ചെ സമൂഹത്തിൽ ചെയ്തു കൂട്ടിയ സൽപ്രവൃത്തികളെക്കുറിച്ച് അറിയുന്നവർക്കാർക്കും തന്നെ ബോച്ചയെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും കഴിയില്ല. കാരണം അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരന് വേണ്ടി രാപ്പകൽ തെണ്ടിയായ ബോച്ചെ അന്യമതസ്ഥനായതിൻ്റെ പേരിൽ, കൂടാതെ തൻ്റെ കയ്യിൽ നിന്നും 1 കോടി രൂപയാണ് അബ്ദുറഹീം ധനസഹായ സംഭരണത്തിലേക്ക് നൽകിയത്. കൂടാതെ ഇനി അത്രയും കാശ് ലഭിച്ചില്ലെങ്കിൽ തന്നെ 5-10 കോടി കൂടുതൽ നൽകാനും ഞാൻ തയ്യാറായിരുന്നു എന്നാണ് നമ്മുടെ സ്വന്തം ബോച്ചെ പറഞ്ഞത്. ഡബിൾ മീനിങ്ങിലുള്ള വാക്കുകളാണ് ബോച്ചയെ കുടുക്കിയത്. ഇത് ബോച്ചെ നിരന്തരമായി പല വേദികളിലും പറയുന്നതാണെന്ന് പലർക്കും തന്നെ അറിയാം. അത് കേട്ട് പൊട്ടിച്ചിരിച്ചവരാണ് നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക പേരും. എന്തിനേറെ ആ വേദിയിൽ ഹണി റോസ് തന്നെ ആ വാക്കുകൾ കേട്ടിട്ട് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. കൂടാതെ ഇത്രയും കാലയളവിൽ ഹണി റോസ് ഈ പരാതിയുമായി മുന്നോട്ട് വന്നില്ല. ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ഹണി റോസ് ഇത്തരത്തിൽ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞു വരുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ളതും മനസ്സിലാകുന്നില്ല. എന്ത് തന്നെയായാലും ബോച്ചെ എന്ന് പറയുന്ന മനുഷ്യനെ സമൂഹത്തിന് ആവശ്യമുണ്ട്. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഒട്ടനേകം പേരുടെ കണ്ണീർ തുടച്ച വ്യക്തിയാണ് ബോച്ചെ. ബോച്ചയ്ക്ക് ഒരു വാണിംഗ് നൽകുന്നതായിരുന്നു ഏറ്റവും നല്ലത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും അത്തരത്തിലുള്ള പ്രവൃത്തി തുടങ്ങുകയാണെങ്കിലല്ലേ പരാതിയുമായി മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. ബഹുമാനപ്പെട്ട കോടതി ഞാൻ തെറ്റുകാരനല്ല എന്നതിനുള്ള തെളിവ് സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് കൈക്കൊള്ളാൻ തയ്യാറായില്ല എന്ന വാർത്തയും വലിയ വിഷമം തന്നെയാണ് നൽകിയത്. നമ്മളിൽ എത്ര പേർ ഹണി റോസിൻ്റെ വസ്ത്രധാരണം കണ്ട് ഈ സ്ത്രീ എങ്ങനെയാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയിൽ തന്നെ പലതരത്തിലുള്ള വീഡിയോകൾ ബോച്ചയ്ക്കെതിരായി പ്രചരിക്കുന്നുണ്ട്. അതിലുള്ള സത്യാവസ്ഥകൾ എന്താണെന്നും അറിയില്ല. എന്തു തന്നെയായാലും പാവപ്പെട്ടവൻ്റെ നേർക്ക് ഇതുവരെ തന്നെ ബോച്ചയുടെ കരം നീളാതിരുന്നിട്ടില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ നേരിട്ട് തന്നെ ബോച്ചെ സ്റ്റേഷനിൽ ഹാജരാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെയാണ് വലിച്ചിഴച്ച് കൊണ്ടുപോയത്. ഇത് ബോച്ചയുടെ നല്ല മനസ്സ് മനസ്സിലാക്കിയവർക്കെല്ലാം വളരെ വലിയ വിഷമം തന്നെയാണ് നൽകിയത്.